ഒരു ട്രെയിൻ പോകുന്നൊക്കെ തമ്പു ഒരു ട്രെയിന് അതിന് പോവും നമുക്ക്. ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ആശു ടംബൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പുതിയ വീഡിയോ അല്ല, പഴയ വീഡിയോ ആയിരുന്നു. ഞങ്ങൾ അബുദാബിയിൽ പോയ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നതാണ്. അന്ന് അബുദാബിയിൽ പോയ സമയത്ത് ഞങ്ങൾ നാഷണൽ അക്വേറിയം അബുദാബി അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അബുദാബിയിലെ വൺ ഓഫ് ദി ടൂറിസ്റ്റ് പ്ലേസും മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയ അക്വേറിയമാണ് ഈ നാഷണൽ അക്വേറിയം ഓഫ് അബുദാബി. രാവിലെ 10 മണി മുതൽ വൈകിട്ട് രാത്രി 10 മണി വരെയാണ് ഇതിൻ്റെ വർക്കിംഗ് ടൈം. ഞങ്ങൾ അവിടെ എത്തിയപ്പം ഏകദേശം ഒരു രാത്രി ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. കയറി ചെല്ലുമ്പോൾ തന്നെ എൻട്രൻസിൽ ടിക്കറ്റ് കൗണ്ടറാണ്. അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ അക്വേറിയം ആയിട്ടുള്ള ഈ അക്വേറിയത്തിൽ 10 തെമാറ്റിക് സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 46,000-ലധികം ജീവികളാണ് ഈ അക്വേറിയത്തിലുള്ളത്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർട്ട്. നമ്മൾ എടുക്കുന്ന ടിക്കറ്റിൻ്റെ റേറ്റ് അനുസരിച്ച് നമ്മൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയും തരംതിരിച്ചിട്ടുണ്ട്. 110 ദിർഹം മുതൽ 210 ദിർഹം വരെയാണ് ഇവിടെ ടിക്കറ്റ് ചാർജിൻ്റെ ഒരു റേഞ്ച് വരുന്നത്. അങ്ങനെ പറഞ്ഞത് അന്നത്തെ ടിക്കറ്റ് റേഞ്ചാണ് കേട്ടോ. ഇപ്പോൾ ഇതിന് ചേഞ്ചസ് വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മെയിൻ എൻട്രൻസ് നമ്മളിവിടെ സ്കാൻ ചെയ്യണം. നമ്മൾ കയറി ചെല്ലുന്നിടത്ത് തന്നെ ഒരാൾ ക്യാമറ പിടിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇതിൽ നിന്ന് ഫോട്ടോ എടുത്ത് തരും. അവർ പേയ്മെൻറ്റ് കൊണ്ട് നമുക്ക് ഇതിൽ ഫോട്ടോ എടുത്ത് തരും. പക്ഷെ ഞങ്ങൾ ഫോട്ടോ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അക്വേറിയത്തിൽ കയറി ചെല്ലുമ്പോൾ തന്നെ അത് UAE's നാച്ചുറൽ ട്രഷേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വെൽക്കമിങ് എൻട്രൻസ് ആണുള്ളത്. അവിടെ ഒരു ബ്രിഡ്ജാണ് നമുക്ക് കാണാൻ കഴിയുക. ചുറ്റുഭാഗവും ഫിഷസിനെ കൊണ്ട് നിറഞ്ഞിട്ട് ഉള്ള ഒരു ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ വേണം നമ്മൾ നടന്ന് പോവുക. താഴേക്ക് ഒത്തിരി ഫിഷസ് ഉണ്ടായിരുന്നു. മെയിനായിട്ട് ഷാർക്കിനെയാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്രാവ് നോക്ക്, സ്രാവ് തമ്പു. അതാ നോക്ക്. ഹായ് തമ്പു, ഇവിടെ നിക്ക്, ഇതിൻ്റെ അടുത്ത് പോയി നിക്ക്. ഇതാ വന്നോക്ക്. ഇതാ അമ്മേ, പാമ്പുച്ചീനെ പോലത്തെ മീനി തമ്പു. സ്റ്റാർ ഫിഷ്, ഇതാ സ്റ്റാർ ഫിഷ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് റെഡ് സീ റെക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സോണിലേക്കാണ്. അവിടെ ഒത്തിരി ഫിഷസ്, വെറൈറ്റിയുള്ള ഒരുപാട് ഫിഷസ് ഉണ്ടായിരുന്നു. വളരെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. പല കളറിലും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സമുദ്രത്തിനടിയിലെ വളരെ വൈവിധ്യങ്ങളാർന്ന ഒത്തിരി കാഴ്ചകളായിരുന്നു. വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഞാനും തമ്പുവും ഇത് കണ്ടിട്ട് വളരെ എക്സൈറ്റഡ് ആണ്. ഇതൊക്കെ കണ്ടിട്ട് ഒത്തിരി സംശയങ്ങളുണ്ടായിരുന്നു. മീനിനെ കടിക്കുമോ, ഗ്ലാസ് പൊട്ടിച്ച് പുറത്തേക്ക് വിടുമോ, അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു.
ആഹായ് ഇതാ കടൽ കുതിര. ഇതൊക്കെ കുതിര കുതിര. അത് അടിപൊളി. നോക്ക് ഇവിടെ നോക്കുക. ഓരോ ഏരിയയിലും ഇതുപോലെ സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ആ ഏരിയയിൽ ഏതൊക്കെ ഫിഷസ് ആണെന്നുള്ളത് ആ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. ഞണ്ടൊക്കെ തമ്മോ ഞണ്ട് ഞണ്ട് ഇതൊക്കെ തെങ്ങ് പോലെ ഉണ്ട്. തെങ്ങ് പോലെ ഇതൊക്കെ വേറെ ഞണ്ട്. വരും ഇതൊക്കെ ഇതാ വരും. തിരാനൊന്നുമില്ല. പൊളിക്കും പൊളിക്കും. അതുപോലെ ഫൺ ഫാക്ട്സ്, ഫിഷസിനെ പറ്റി ഫൺ ഫാക്ട്സ് ഇതിൻ്റെ അടുത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത റീജിയൻ എന്ന് പറഞ്ഞാൽ അറ്റ്ലാന്റിക് കേവ് ആയിരുന്നു. ശരിക്കും ഒരു കേവ് ഗുഹ പോലെ തന്നെ ഒരു അതിൻ്റെ പ്രിപ്പറേഷൻ ഒരു ഗുഹ പോലെ തന്നെയായിരുന്നു. നമ്മളൊരു ഗുഹയ്ക്കകത്ത് കയറിയ പോലെയുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്ക് അതിൻ്റെ അകത്ത് കയറിയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന സിന്ധു നദീതട സംസ്കാരമില്ലേ, അതിനെയാണ്. മഴവില്ല ഓർമ്മിച്ചിട്ടാ ഞാൻ സ്റ്റാറ്റസ് ഇട്ട് കമ്പനിയിൽ ഞാൻ ഏത് കൊടുക്കുന്നു എനിക്ക് കൺഫ്യൂഷനായി. മേലെ നോക്ക് തമ്പു, മേലെ നോക്ക്. ഇതൊക്കെ തെരണ്ടി തെരണ്ടി.
അത് കഴിഞ്ഞിട്ടുള്ള റീജിയനാണ് അത് സബ് എന്ന് പറഞ്ഞ സബ് മറൈൻ റീജിയൻ. അവിടെ ഇതുപോലെ ഒത്തിരി മത്സ്യങ്ങളുണ്ടായിരുന്നു. ലോബ്സ്റ്റർ അത് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു റീജിയനാണ് റിംഗ് ഓഫ് ഫയർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കുഞ്ഞു കുഞ്ഞു ഗ്ലാസ് ഏരിയാസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തൊക്കെ കയറിയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. അതുപോലെ ഈ അക്വേറിയത്തിനെ പറ്റിയിട്ടും മറൈൻ സ്പീഷീസിനെ പറ്റിയിട്ടും ഒക്കെ ഒരു ഡിസ്ക്രിപ്ഷൻ തരുന്ന ഡിജിറ്റൽ വീഡിയോ അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ തന്നെ അറബിക് ലാംഗ്വേജിലും ഇംഗ്ലീഷ് ലാംഗ്വേജിലും അത് പ്ലേ ചെയ്യുന്നുണ്ട്. അവിടെ ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യർ പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ കടലിൽ കൊണ്ടുപോയി ഡംപ് ചെയ്യുമ്പം അവിടുത്തെ ജീവികൾക്കൊക്കെ ദോഷകരമായി ബാധിക്കുകയും അതൊഴിവാക്കാൻ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുകയും റീയൂസ് ചെയ്ത് റീസൈക്കിൾ ചെയ്യുന്നതിന് വലിയൊരു മെസ്സേജാണ് അവരവിടെ പറയുന്നത്. അങ്ങനെ ഞാനും ഈ ഗ്ലാസ് ജാറിനകത്ത് കയറി ഒരു ഫോട്ടോ എടുത്തിട്ടോ. അപ്പോൾ തമ്പു പേടിച്ചിട്ട് അമ്മയെന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങി. നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് കയറി നിൽക്കാൻ. അത് കഴിഞ്ഞിട്ടുള്ള ഒരു റീജിയനായിരുന്നു ഓഷ്യൻ മാജിക്. പണ്ടത്തെ ടെലിഫോൺ ബൂത്തിൻ്റെ മോഡലിലൊക്കെ ആയിരുന്നു ഈ അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലേറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ കാറിൻ്റെ അകത്ത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന അക്വേറിയമാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു ഈ കാറിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന അക്വേറിയം. പിന്നെ ഇവിടെ കുറേ ജെല്ലി ഫിഷസിനെ, പല ടൈപ്പുള്ള ജെല്ലി ഫിഷസിനെ നമുക്ക് കാണാൻ കഴിഞ്ഞു. കടൽക്കുതിരയെ പോലെ എനിക്ക് തോന്നിയതും പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു
ഇത് ഒരു മത്സ്യമാണോ എന്താണെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതിനെ കണ്ടപ്പോൾ. അത് എന്താണ് സാധനം, എനിക്കൊരു ഡ്രാഗണൊക്കെയാണ് ഓർമ്മ വന്നത് അത് കണ്ടപ്പം. ആർക്കെങ്കിലും അതിൻ്റെ പേരറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞിട്ടുള്ള സോണായിരുന്നു ഫ്രോസൺ ഓഷ്യൻ. അതിനകത്ത് കയറിയപ്പോൾ തന്നെ ഭയങ്കര തണുപ്പായിരുന്നു. ഈ റീജിയന് അടുത്തായിട്ട് അവരൊരു റിഫ്രഷിങ് ഏരിയ, ഒരു കഫേ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫുൾ അക്വേറിയം ചുറ്റി കാണാൻ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 2.5-3 ഹവേഴ്സിന് എബോ എടുക്കും. അതുകൊണ്ടായിരിക്കാം അവർ ഇങ്ങനെ ഒരു ഏരിയ ഇതിൻ്റെ അകത്ത് തന്നെ സെറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇത് ഫ്ലഡഡ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ റീജിയനായിരുന്നു. അവിടെ നമുക്ക് ഫിഷസിന് പുറമെ ഒത്തിരി ആനിമൽസിനെയും കാണാൻ പറ്റി. ബേർഡ്സ്, മങ്കി, അതുപോലെ സ്നേക്സ്, അങ്ങനെ കുറേ ആനിമൽസിനെ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത്
കുറേ റിവർ ഷാർക്സ് ഈ റീജിയനിൽ കുറേ പാമ്പുകളൊക്കെ ഉണ്ടായിരുന്നു. മലമ്പാമ്പ്, പെരുമ്പാമ്പ് അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനടുത്ത് തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരു പ്ലേ ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്രാക്ക് ദ നട്ട്സ് ഓൺ ദ ട്രീസ് എന്ന് പറഞ്ഞിട്ട് അതൊരു ഗെയിമാണ്. അതുപോലെ സ്നേക്ക് ആൻഡ് ലാഡർ, അതുപോലെ വേറെ ഒത്തിരി വെറൈറ്റീസ് ഓഫ് ഗെയിം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഏരിയ എന്ന് പറഞ്ഞാൽ ഈ അക്വേറിയത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ടണലാണ്. അത് പുതിന ഐലൻഡ്, ഇവിടെയാണ് ഈ ഗ്ലാസ് ടണലുള്ളത്. വലിയ വലിയ ഷാർക്കൊക്കെ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ ഇങ്ങനെ പോകുന്ന കാഴ്ച വളരെ രസകരമായിരുന്നു, മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ എത്തിപ്പെടുന്നത് ഒരു ഷോപ്പിംഗ് ഏരിയ പോലുള്ള ഒരു സ്ഥലത്തേക്കാണ്. അവിടെ കുറേ ഇവരുടെ പ്രോഡക്റ്റ്സ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഗെയിംസിൻ്റെ ഐറ്റംസ്, ടോയ്സ്, ഡ്രസ്സസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഇതിനകത്ത് കാണാൻ പറ്റി. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. നെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. സ്റ്റുഡൻസിന് അതുപോലെ റിസർച്ചേഴ്സിനൊക്കെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇവർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ഏരിയ ആണ് ഇത്. ഇവിടെ ഒരു ഗൈഡ് ഉണ്ടായിരിക്കും. അദ്ദേഹം ഇവിടുത്തെ പ്രോസസ്സുകളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇവിടെ മെയിനായിട്ട് എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒറിജിനൽ സീയിൽ നിന്നൊക്കെ ഇവർ റെസ്ക്യൂ ചെയ്യുന്ന കുറേ ആനിമൽസിനെയും ഫിഷസിനെയൊക്കെ ഇവരിവിടെ കൊണ്ടുവന്നിട്ട് അതിനെ ട്രീറ്റ് ചെയ്യും. അതിനെന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ, അതിനെന്തെങ്കിലും ഡിഫിക്കൽട്ടീസൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ട്രീറ്റ് ചെയ്തിട്ട് ഈ റെസ്ക്യൂ ചെയ്ത ആനിമൽസിനെ ഇവർ തിരിച്ച് തന്നെ ആ സീയിലേക്ക് തന്നെ വിടും. അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുന്ന ഒരു ലാബും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് ഗൈഡ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. മത്സ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ICU, ക്വാറൻറ്റൈൻ ഏരിയ, അപ്പോൾ എന്തെങ്കിലും അസുഖം ബാധിച്ച ഫിഷസൊക്കെ ആണെങ്കിൽ അവരെ പ്രത്യേകം ക്വാറൻറ്റൈൻ റീജിയനിലേക്ക് മാറ്റി പാർപ്പിക്കും. അതിനുള്ള റീജിയൻ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ.
ഈ ഒരു ഏരിയയ്ക്ക് ഇവർ കൊടുത്തത് പ്രൊഫസേഴ്സ് അക്കാഡമി എന്നുള്ള ഒരു നെയിമാണ്. സ്റ്റുഡൻസിനെയൊക്കെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ഇതാണ് ഈ റീജിയൻ. പിന്നെ വേറൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ലൈവായിട്ട് ഇവിടെ ഫുഡ് പ്രിപ്പറേഷൻ, ഇവിടുത്തെ ആനിമൽസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫുഡ് പ്രിപ്പറേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഫുഡ് പ്രിപ്പറേഷൻ ഏരിയ, കിച്ചൺ എന്നൊക്കെ പറയാം. ഫുഡ് പ്രിപ്പറേഷൻ ഏരിയ ഇതാണ്. ഈ ഫിഷസിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള മെനു വരെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെയാണ്. ഇതിൽ നിറയെ മീനുകളൊക്കെ ഉള്ള കാഴ്ച നമുക്ക് ആസ്വദിച്ചുകൊണ്ട് ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ നടന്നു പോവാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ബോട്ടിങ്ങിനാണ്. നമ്മുടെ എടുത്ത ടിക്കറ്റിൽ ഈ ബോട്ടിങ്ങും കൂടെ ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പം ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവർ നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇട്ടിട്ട് ഞങ്ങളിതാ ബോട്ടിങ്ങിന് പോവാണ്. ഇതാണ് നമുക്ക് പോകാനുള്ള ബോട്ട്. ഇതിൻ്റെ നടുക്കായിട്ട് ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബോട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് താഴത്തുള്ള കാഴ്ചകളും മത്സ്യങ്ങളെയൊക്കെ കാണാൻ പറ്റും. Salt water. വെള്ളത്തിലിടും വീണു. ഷാർക്ക്, റേ, ഇതൊക്കെ നമ്മുടെ കാലിനടിയിലൂടെ ഇങ്ങനെ പോകുന്ന ഒരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു. തമ്പു വളരെ എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ ഇത് അത്ര ഏരിയ ഇല്ല, കുറച്ചൊരു റീജിയൻ മാത്രം കവർ ചെയ്യുന്ന ഒരു ചെറിയൊരു ബോട്ടിംഗ് ആണ് ഇതിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഇറങ്ങി വീട്ടു പോകാ.
So you will see the fish on the glass bottom. നോക്കി അപ്പോൾ ഇതാ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. കുറച്ച് സമയത്തിനുള്ളിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൗതുകകരങ്ങളായിട്ടുള്ള കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റി. അപ്പോൾ അബുദാബിയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുട്ടികളെയും കൊണ്ടൊക്കെ വരാൻ പറ്റിയ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു പഴയ വീഡിയോ ആണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് അവരെന്തൊക്കെ പുതിയ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക്